ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ കളവങ്കോടം ക്ഷേത്രവും ശിവഗിരിയും ഒന്നാമെന്ന സന്ദേശമാണ് കൊടുക്കയർ പദയാത്രയെന്ന് മന്ത്രി പി പ്രസാദ്. വല്ലാത്തൊരു ബന്ധമാണ് കളവങ്കോടവും ശിവഗിരിയും തമ്മിലുള്ളൊരു ബന്ധം. ഇതിന് ഏറ്റവും പ്രമുഖമായൊരു കാര്യമാണത്. കളവങ്കോടവും ശിവഗിരിയും തമ്മിൽ വലിയ ദൂരമില്ല എന്ന്, അത് കാലടികൾ കൊണ്ട് നമ്മൾ അളന്നെടുക്കുന്ന കിലോമീറ്ററിൻ്റെ കണക്കുകൾ അല്ല. ശിവഗിരിയും കളവങ്കോടവും ഒന്നാണ് എന്ന് പറയുകയാണ് ഒരു കൊടിക്കയർ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ. ഇവിടുന്ന് അവിടേക്ക് അത് എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാവുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, ഇത് വല്ലാത്തൊരു ഐക്യപ്പെടലാണ്, ഒന്നാവലാണ് എന്നുള്ളതാണ്. അത് ചെറിയ കാര്യമല്ല. ഒന്നിനോടൊന്ന് ചേരുന്നിടത്തത് ഒന്നും കൂടി ചേർന്ന് രണ്ട് എന്ന് കണക്ക് പറയുന്ന കണക്കിൻ്റെ സിദ്ധാന്തമല്ല. ഒന്നും കൂടി ഒന്നിനകത്തേക്ക് ചേരുന്നു എന്ന് പറയുന്ന ഒന്നാണ്. അത് ഈ പൂർണ്ണമത പൂർണ്ണവിധം പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമേവ അവശിഷ്യതേ എന്ന് വിശാലാനന്ദ സ്വാമികളെ പോലെയുള്ളവർ പറയുമല്ലോ. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തിൽ എടുത്താൽ പൂർണ്ണം അവശേഷിക്കും, പൂർണ്ണത്തോട് പൂർണ്ണം ചേർത്താൽ അത് പൂർണ്ണമാകും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കളവങ്കോടവും ശിവഗിരിയും തമ്മിൽ ചേരുന്ന രണ്ടും ഒന്നാവുന്നു എന്ന് പറയുന്നതാണ്. മനുഷ്യരുടെ അഭിനയം ഏറുകയും മാനവികത തകരുകയും ചെയ്യുന്നിടത്ത് അഭിനയിക്കാതെ മാനവികതയെ ഉയർത്തിപ്പിടിക്കുക എന്ന സന്ദേശം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ ആളാണ് ഗുരുദേവനെന്നും മന്ത്രി പറഞ്ഞു. ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ വിജയഘോഷ് ചാരങ്കാട്ട അധ്യക്ഷത വഹിച്ചു. CR ദേവരാജ് ചാരങ്കാട്ട ഭദ്രദീപം തെളിയിച്ചു. ഗുരുദേവ മണ്ഡപത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം ക്ഷേത്രം പ്രസിഡന്റ് CK ഷാജി മോഹനിൽ നിന്നും ശിവഗിരി മഠം എക്സിക്യൂട്ടീവ് അംഗം വിശാലാനന്ദ സ്വാമികൾ ജാഥ ക്യാപ്റ്റന് കൊടിക്കയർ കൈമാറിയതോടെ പദയാത്ര ആരംഭിച്ചു. നൂറോളം പദയാത്രികർ അനുഗമിക്കുന്ന പദയാത്ര വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം 29 വൈകിട്ട് 4-ന് വർക്കലയിലെത്തും. തുടർന്ന് ശ്രീനിവാസപുരം പൗരസമിതിയുടെ വരവേൽപ്പിന് ശേഷം 6-ന് ശിവഗിരി മഹാസമാധി സമർപ്പണത്തിൽ കൊടുക്കയർ സമർപ്പിക്കും. സമ്മേളനത്തിൽ കൺവീനർ KR രാജു കുത്തിയതോട്, ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലേജുമോൾ, വൈസ് ചെയർമാൻ PM പുഷ്കരൻ പുത്തൻകാവ, ദേവസ്വം സെക്രട്ടറി ശാന്തകുമാർ, പ്രദീപ് ചങ്ങണ്ട എന്നിവർ സംസാരിച്ചു.